താലി ഭാഗം 3. ഗായത്രി ഫ്രഷായി വന്നിട്ടും റൂമിന് പുറത്തേക്ക് പോയില്ല. ലക്ഷ്മി 1-2 തവണ ഫുഡ് കഴിക്കാൻ ഗായത്രി വന്ന് വിളിച്ചെങ്കിലും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് അവൾ കയറി കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഗായത്രിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെന്നതും ഹാളിൽ സോഫയിൽ കിടന്നുറങ്ങുന്ന പാറുവിനെയാണ് കാണുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ലക്ഷ്മി വിളിച്ചത്. എന്തിനാ നീ അവളെ തല്ലിയത് ഗായത്രി? അമ്മ പ്രസവിച്ചിട്ടേ ഉള്ളൂ അവളെ. വളർത്തിയതും ആളാക്കിയതും ഞാനല്ലേ. നാളെ കാലത്ത് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നെയല്ലേ പറയൂ എന്റെ വളർത്തു ദോഷമാണെന്ന്. അതിനിപ്പോ നീ അവളെ തല്ലാൻ മാത്രം പാറു എന്ത് കുരുത്തക്കേടാണ് കാണിച്ചത്? അവൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞ കാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അമ്മ പോയി കിടന്നുറങ്ങിക്കോ. എത്ര അടി ഉണ്ടാക്കിയാലും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് സംസാരിക്കില്ലല്ലോ. അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ഞാനൊന്നും പറയുന്നില്ല. അമ്മ എന്തേലും കഴിച്ചിരുന്നോ? കഴിക്കാൻ പാകത്തിനുള്ള കാര്യമാണല്ലോ ഇവിടെ നടന്നത്. എനിക്കിനി ഒന്നും വേണ്ട. നീ എന്നോട് പോയി കിടക്കാൻ പറഞ്ഞതല്ലേ. പാറു ഹാളിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ അകത്ത് പോയി കിടന്നുറങ്ങും? അവളെന്താ അമ്മയുടെ കൂടെ കിടക്കില്ലേ? എന്നും അവൾ എൻ്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചിട്ടും അവൾ വരാതെ അവിടെ തന്നെ കിടക്കുന്നത്. നിന്റെ കൂടെയല്ലേ പാറു എന്നും കിടക്കുന്നത്. ഞാൻ വിളിച്ചാൽ എങ്ങനെയാ പിന്നെ അവൾ വരുന്നത്? അമ്മ പൊക്കോ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. പാറു ഒന്നും കഴിച്ചിട്ടില്ല മോളെ, സ്കൂൾ വിട്ട് വന്നിട്ട് ഇതുവരെ. എന്തായാലും മണി 11ആയി. ഇനിയൊന്നും കഴിക്കില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എഴുന്നേക്കില്ലെന്ന് അമ്മയ്ക്കറിയത്തില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മുടിയും വാരിക്കെട്ടി ഗായത്രി പാറുവിന്റെ അരികിലേക്ക് ചെന്നു. സോഫയുടെ ഒരറ്റത്തായി ഇരുന്നു. താൻ കൈവച്ചടിച്ച പാട് പാറുവിന്റെ കൈകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു അവൾക്ക്. പതിയെ അവൾ ആ കുഞ്ഞു കൈവിരലുകളിൽ തലോടി. പതിയെ തന്നെ എടുത്ത് ഗായത്രി പാറുവിനെ കൊണ്ട് റൂമിലേക്ക് പോയി. പോകുന്നതിനിടയിൽ ലക്ഷ്മിയോട് അവൾ ചോദിച്ചു, അച്ഛൻ എന്നാണ് അമ്മ ഇനി വരുന്നത്? ബിസിനസ് ആവശ്യവുമായി പോയതല്ലേ മോളെ. അപ്പോൾ പിന്നെ 2 ദിവസം കൂടി പിടിക്കും വരാൻ എന്തായാലും. ശരി അമ്മേ, ബൈ, ഗുഡ് നൈറ്റ്. എന്തായാലും ഇന്ന് നടന്നത് എന്താണെന്ന് പറയാൻ വയ്യല്ലോ. അതൊന്നുമില്ലമ്മേ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒന്ന് തല്ലിപ്പോയതാ. തല്ലാതെ വളർത്തിയത് ഞങ്ങൾ ആരും അല്ലല്ലോ, നീ തന്നെയല്ലേ. നീ കുറച്ചു മുന്നേ ചോദിച്ചല്ലോ ഇവൾ എന്ത് ചെയ്താലും നിന്നെ പറയത്തുള്ളെന്ന്. അതെ, അതുള്ളതല്ലേ. അത് തന്നെ ഞാനും പറയാൻ വന്നത്. എന്തായാലും നിന്നെ പറയത്തുള്ളൂ. എന്നെ മിസ് വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്നോടൊന്നും പറയില്ലെന്ന് എനിക്കറിയാലോ. ഇതറിയുമ്പോൾ നീ തന്നെ 2 കൊടുക്കുമെന്നും എനിക്കറിയാമായിരുന്നു. എത്ര ചോദിച്ചിട്ടും വിട്ടു പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും. നീ തല്ലിയപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു, എവിടെ പറയാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് തന്നെ നീ പറയുമെന്ന് എനിക്കറിയാം മോളെ. എന്തായാലും നാളെ പോറ്റമ്മ സ്കൂളിൽ കൂടി ഒന്ന് പോയിട്ട് വാ. ഞാൻ തന്നെ പൊയ്ക്കോളാം. എന്റെ അല്ലേ വിത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരും. നീയും കൊച്ചിലെ കുരുത്തക്കേടിന് പുറകോട്ടൊന്നുമല്ലായിരുന്നു. സംസാരിച്ച സമയം ഒരുപാടായി. നീ പോയി കിടന്നുറങ്ങിക്കോ. ശരിയമ്മേ. ഗായത്രി പാറുവിനെ എടുത്തു പോകുന്നത് നോക്കി അവർ അവിടെ തന്നെ നിന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർക്ക് എന്തു തന്നെ സംഭവിച്ചാലും പാറുവിന് ഗായത്രി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു അവരുടെ കണ്ണുനീരിന്റെ അർത്ഥവും. റൂമിൽ പാറുവിനെ കൊണ്ടുവന്ന് ഗായത്രി കിടത്തുമ്പോഴും ഗായത്രിയുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീർ വാർന്നൊഴുകി കൊണ്ടേയിരുന്നു. പാറുവിന്റെ അരികിലായി ഗായത്രി വന്ന് കിടന്നു. തന്റെ മാറിലെ ചൂടും പറ്റിയാണ് പാറു എന്നും കിടന്നുറങ്ങാറ്. അതുപോലെ തന്നെ പാറുവിനെ തന്റെ അരികിലേക്ക് നീക്കി കിടത്തി. രാവിലെ കണ്ണ് തുറക്കുമ്പോഴും പാറു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി എഴുന്നേറ്റ് ഫ്രഷായി തിരിച്ചു വന്നിട്ടും ആള് നല്ല ഉറക്കം. ഗായത്രി കിച്ചണിലേക്ക് പോയി തനിക്കുള്ള ചായയും എടുത്ത് പാറുവിനുള്ള പാലും എടുത്ത് റൂമിലേക്ക് തിരിച്ചു വന്നിട്ടും പാറു എഴുന്നേക്കുന്നില്ല എന്ന് കണ്ടതും ഗായത്രി പതിയെ അവൾക്ക് അരികിലേക്ക് ചെന്നിരുന്നു. അവളുടെ കുഞ്ഞു കൈകളിൽ പിടിച്ചതും നല്ല ചൂട് അനുഭവപ്പെട്ടു ഗായത്രിക്ക്. മോളെ, കണ്ണു തുറക്കടാ, എഴുന്നേക്ക്. ഗായത്രി പാറുവിനെ തട്ടി വിളിച്ചു. പാറു പതിയെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഇന്നലെ ചെയ്ത തെറ്റിനുള്ള ഫലമായി മൗനമായിരുന്നു ഗായത്രിയുടെ പണിഷ്മെന്റ്. എന്നോട് മിണ്ടുമോ? ഗായത്രി ഒന്നും മിണ്ടാതെ തന്നെ റൂമിന് പുറത്തേക്ക് പോയി. പാറു പോയി ഫ്രഷായി വന്നപ്പോഴേക്കും ലക്ഷ്മി ഉണ്ടായിരുന്നു അവിടെ. അമ്മ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ? അവർ ഒരല്പം കടുപ്പിച്ച് തന്നെ സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് അമ്മ എന്തിനാ ഇങ്ങനെ എന്നോട് ചൂടാവുന്നത്? ഇന്നലെ അവൾ തല്ലിയതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ മിസ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അമ്മേ, സോറി അമ്മേ. ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്നോട് നീ സോറി ഒന്നും പറയണ്ട.
ആരോടാണ് സോറി പറയേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. വാ, വന്ന് ഫ്രഷ് ആകാൻ നോക്ക്. അമ്മയല്ലല്ലോ എന്നും എന്നെ കുളിപ്പിക്കുന്നത്, ചേച്ചിയല്ലേ? ചേച്ചി എന്തിയേ? ചേച്ചിയാ എന്നെ പറഞ്ഞു വിട്ടത്. അവൾ വരത്തില്ല. ഇനിയും സംസാരിച്ചു നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. ഗായത്രിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. അതുകൊണ്ട് വരാൻ നോക്ക് നീ. ചേച്ചി അപ്പോ വരത്തില്ല അല്ലേ? വാ പാറു, വന്ന് റെഡിയാകാൻ നോക്ക്. പിന്നെ ലക്ഷ്മി പാറുവിനെ റെഡിയാക്കി ഫുഡും എടുത്തു കൊടുത്തു, മെഡിസിനും കഴിപ്പിച്ചു. രാവിലെ ഗായത്രി പറഞ്ഞിരുന്നു പാറുവിന് പനിയുള്ള കാര്യം. പനിക്കുള്ള മെഡിസിനും ലക്ഷ്മിയെ ഏൽപ്പിച്ചിരുന്നു അവൾ. ഗായത്രി റെഡിയായി വന്നിട്ട് പാറുവിനെ നോക്കി ചോദിച്ചു, എന്നാ പിന്നെ ഇറങ്ങട്ടെ അമ്മേ? പെട്ടെന്ന് തന്നെ പാറു ബാഗ് വിട്ട് ഗായത്രിയുടെ അരികിലേക്ക് പോയി. എന്നാൽ നേരെ ഗായത്രി കാർ പോർച്ചിൽ നിന്നും കാർ എടുത്തു. ഇത് കണ്ട ലക്ഷ്മി അവിടേക്ക് ചെന്നു. ഇന്നെന്താ മോളെ കാറിൽ? സ്കൂട്ടിക്ക് എന്തോ ബ്രേക്ക് പിടിക്കുന്നില്ല. അതൊന്ന് ശരിയാക്കാൻ ആളെ വിളിക്കണം. അതുകൊണ്ട് ഇന്ന് കാർ എടുക്കാമെന്ന് വിചാരിച്ചു. ശരി മോളെ. അവരോട് യാത്രയും പറഞ്ഞ് ഗായത്രിയും പാറുവും കാറിൽ കയറി. ഡ്രൈവിങ്ങിനിടയിൽ ഒരിക്കൽ പോലും പാറുവിനെ അവൾ ശ്രദ്ധിച്ചത് പോലുമില്ലായിരുന്നു. അത് പാറുവിന് വിഷമം ചെലുത്തിയിരുന്നു. അങ്ങനെ സ്കൂൾ ഗേറ്റ് കടന്ന് കാർ മുന്നോട്ടേക്ക് പോയി. കാർ ഒരു സൈഡിലാക്കി ഒതുക്കി ഇരുവരും കാറിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പ്രിൻസിപ്പൽ റൂമിലേക്കായിരുന്നു. പ്രിൻസിപ്പലിനെ കണ്ടതും ഗായത്രിയുടെ പുറകിലായി പാറു ഒളിച്ചു. താൻ വാ, ഇരിക്ക്. പ്രിൻസിപ്പൽ വളരെ എളിമയോടെ തന്നെയാണ് ഗായത്രിയോട് ബിഹേവ് ചെയ്തത്. സാർ, ഗൗരി ചെയ്തത് തെറ്റാണെന്നറിയാം. എന്നാലും ഇനി അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. താൻ സോറി ചോദിക്കാൻ മാത്രമുള്ള വലിയ തെറ്റൊന്നും കുട്ടി ചെയ്തിട്ടില്ല. സാർ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഇതിലും വലിയ കുരുത്തക്കേടുകളായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഒരിക്കലും ഗൗരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്ന അതേ തെറ്റ് തന്നെയാണ് ഗൗരി പാർവതിയും ചെയ്തിട്ടുള്ളത്. പിന്നെ ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നതാണ് വിഷയമെങ്കിൽ അയാൾ അത്രയും പറഞ്ഞിട്ട് ഗായത്രി ഒന്ന് നോക്കി. അല്ല, താനൊരു ഡോക്ടർ അല്ലേ? യെസ്, അതെ സാർ. അപ്പോൾ തനിക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ കുഞ്ഞു വിരൽ വെച്ച് അവൾ എങ്ങനെയാണ് അവനെ അടിച്ചതെന്ന്. സാർ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞടിയെ ഈ കുട്ടി അടിച്ചുള്ളൂ ആ പയ്യനെ. അതിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അസുഖം അതിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടി ബോധം കെട്ട് വീണത്. അല്ലാതെ ഈ കുട്ടിയുടെ അടിയുടെ ബലം കൊണ്ടൊന്നുമല്ല. പിന്നെ ഹോംവർക്ക് കീറിയത് അതൊരെണ്ണം എഴുതി കൊടുത്താൽ മതിയല്ലോ. ഗൗരി പാർവതി പിന്നെ നല്ലതുപോലെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ പരിഗണന കൊടുക്കുന്നതൊന്നുമല്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേട് കാണിക്കുന്നത് കൊണ്ട് വളരുമ്പോൾ കുറച്ചുകൂടെ ധൈര്യശാലിയായി തന്നെ വളരും. ഗൗരി ഇനി ഇതേപോലുള്ള കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല സാർ. എല്ലാം കേട്ട് കഴിഞ്ഞ് ഗായത്രി പാർവിനെ ഒന്ന് നോക്കി. സാർ, പാർവിന് നല്ല സുഖമില്ല. ഞാനതുകൊണ്ട് ലീവ് വേണമെന്നാണോ? കുട്ടികൾ MBBS അല്ലല്ലോ പഠിക്കുന്നത്. 1-2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സാർ. തിരിച്ച് കാറിൽ വന്നിട്ടും പാറു ഗായത്രി മൈൻഡ് പോലും ചെയ്തില്ല. അവൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ലീവും പറഞ്ഞ് നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെ ഒരു സൈഡിലായി വണ്ടി ഒതുക്കി. പാറുവിന് പുറത്തിറങ്ങാൻ ഡോറ് തുറന്നു കൊടുത്തിട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു, ഇറങ്ങിയില്ല. അമ്മയുടെ പാറുമോളല്ലേ? പിന്നെ നീ ചെയ്തത് ഇപ്പോഴും ശരിയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു കിളിപോയ സാറാണെന്ന് തോന്നിയായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് അങ്ങനെയൊന്നും പറയില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ തന്നെ പാറു മുഖം തിരിച്ചിരുന്നു. ഗായത്രി എന്തൊക്കെ പറഞ്ഞിട്ടും പാറു മുഖം തിരിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. എന്റെ പാറൂട്ടി ഒന്ന് നോക്കിയേ. അത് പിന്നെ നീ എന്തിനാ ഇന്നലെ അങ്ങനെ വന്ന് പറഞ്ഞേ? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ആദ്യമായിട്ടല്ലേ ചേച്ചി എൻ്റെ കുഞ്ഞിനെ അടിക്കുന്നത്. കാര്യമായിട്ട് എന്താ പറയാഞ്ഞത് മോള്? ഞാനൊരു കമ്മിക്ക് വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ കരുതിയില്ല നീ എന്നെ തല്ലൂന്ന്. നീ എന്താ ഇപ്പൊ വിളിച്ചേ? എൻ്റെ കൈയൊക്കെ കണ്ടോ? തടിച്ച് കിടക്കുന്നത് കണ്ടോ? എനിക്കുമുണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ. ഇന്നലെ ഞാൻ എത്ര തവണ ഡോറിൽ മുട്ടി, എന്നിട്ട് ഒന്ന് തുറന്നു പോലുമില്ലല്ലോ. അപ്പോഴെങ്കിലും എന്നോടെല്ലാം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയുമായിരുന്നു. അതുപോലും ചെയ്തില്ലല്ലോ. മോള് ചെയ്തത് തെറ്റ് തന്നെയാ. പിന്നെ എന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ ചെയ്യൂ. നീ പിന്നെ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ കരുതേണ്ടത്? അതെല്ലാം പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ മിണ്ടത്തില്ല. ആ,
എന്നാ പിന്നെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക. കുറച്ച് ഡ്രസ്സ് എടുത്തു തരണമെന്നും ഒരു മൂവി കാണിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാം ക്യാൻസൽ ചെയ്യാലോ. പാറു കാറിൽ നിന്നിറങ്ങി. സത്യമാണോ? ഞാൻ മിണ്ടാൻ വേണ്ടി കള്ളം പറയുന്നൊന്നും അല്ലല്ലോ. എന്റെ പാറൂട്ടിയാണ് സത്യം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. എന്നാ പിന്നെ വാ പോകാം. എന്റെ പിണക്കമൊക്കെ മാറി. എന്നാ എന്റെ മാറിയിട്ടില്ല. എന്റെ പിണക്കം മാറണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. ഗായത്രി അത്രയും പറഞ്ഞ് പാറുവിന്റെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ഗായത്രി അവൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പിന്നെ അവർ കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഒരു മൂവിക്കും പോയി. ഒരു ഷോപ്പിംഗ് മാളിൽ കയറി കുറെ ടോയ്സും ഡ്രസ്സും മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. തുടരും. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.